ജസ്റ്റിൻ. ഓക്കെ, നമ്മളിപ്പോൾ ഉള്ളത് കേശവസ്വരം സ്ട്രീറ്റിലുള്ള തട്ടുകടയിലാണ്. ജസ്റ്റിൻ എന്താ ചെയ്യുന്നത് ബേസിക്കലി? ഞാൻ മേരിട്ട് പഠിക്കുകയാണ്, മെഡിസിൻ പഠിക്കുകയാണ്. ഞങ്ങളിവിടെ പ്രധാനമായിട്ട് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഡോക്ടറുടെ കടയാണ്. ഏത് ഇയറാണ് പഠിക്കുന്നത്? ഞാൻ ഇനി സെക്കൻഡ് ഇയറിലോട്ടാണ്. ഈ തട്ടുകടയും ഈ MBBS പഠിത്തം കൂടെ എങ്ങനെ പോകും? അത് മെയിൻറ്റെയിൻ ചെയ്ത് ഞാൻ വെക്കേഷൻ ലീവിന് വരുമ്പോൾ ഹെൽപ്പ് ചെയ്യാനും എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഇവിടെ നിൽക്കും. നമ്മളെന്ന് വെച്ചാൽ ആദ്യം നമുക്കങ്ങനെ ഒരു ഇതിലായിരുന്നു. പിന്നെ ഞാൻ ആദ്യം നമ്മളിവിടെ ഇതിന് മുമ്പേ തട്ടുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ നമ്മൾ വേറെ ഒരു തട്ടിൽ ജോലിക്ക് നിന്ന് പിന്നെ അവസാനം അങ്ങനെയൊക്കെ അതിനിടയ്ക്കാണ് ഇവിടെ ഒരു തട്ട് സെയിലിന് വന്നത്. അപ്പോൾ ആ സെയിലിന് വന്ന സമയത്ത് നമ്മളത് നോക്കിയിട്ട് വേണ്ടതുപോലെ നമ്മൾ കൈകാര്യം ചെയ്ത് അതെടുത്ത് പിന്നെ പുറത്തുനിന്ന് വലിയ ആൾക്കാരെന്ന് വെച്ചാൽ കൂട്ടുകാരെ തന്നെ നിർത്തി. അതുകൊണ്ട് ഇത് കൂട്ടുകാരനാണ്, പുള്ളിക്കാരൻ നിന്ന് പിന്നെ പുള്ളിക്കാരൻ വഴിയാണ് ഷെഫിനെ കൊണ്ടുവന്നത്. അങ്ങനെ ഷെഫാണ് ഇവിടെ നിന്ന് സംസാരിച്ചുകൊണ്ട് ഇത്ര നേരം. അപ്പോൾ നമ്മൾ ഫുഡ് എങ്ങനെ വന്നാലും എല്ലാവർക്കും നല്ല രീതിക്ക് ഫുഡ് കൊടുക്കണമെന്നുണ്ട് ഒരു ഇതായതുകൊണ്ട് പിന്നെ എന്ന് വെച്ചാൽ നമ്മൾക്ക് കുക്കിങ്ങിന് അറിയില്ല, പക്ഷേ എങ്കിലും കൊടുക്കണമെങ്കിൽ നല്ല ആഹാരം കൊടുക്കണമെന്ന് അവർ മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ നമ്മൾ ഷെഫിനെ ഇറക്കി. MBBS പഠനത്തിൻ്റെ ഫിനാൻസ് എല്ലാം ഇവിടുന്ന് തന്നെയാണോ? ഇവിടെ നിന്ന് തന്നെയാണ്. നമ്മളെന്ന് വെച്ചാൽ അങ്ങനെ ഒരു അംബീഷനായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇത് അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിയ. അപ്പോൾ ഇതിനിടയ്ക്ക് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നു. പഠിക്കുന്നതിന് മുന്നേ കടയുണ്ടോ അതോ പഠിച്ചു തുടങ്ങി? പഠിക്കുന്നതിന് മുമ്പേ കടയുണ്ട്. എവിടെ സ്കൂളൊക്കെ പഠിച്ചത്? ഞാൻ ഇവിടെ സെൻറ്റ് മേരീസിലായിരുന്നു. നമ്മുടെ പട്ട സെൻറ്റ് മേരീസിലായിരുന്നു പഠിച്ചത്. പിന്നെ അതിനിടയ്ക്കാണ് ഇങ്ങനെ നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു പാവപ്പെട്ട രീതിയിലാണ്. പക്ഷേ പിന്നെ നമ്മൾ പിന്നെ ബാക്കി എല്ലാവരും കൂട്ടുകാരും എല്ലാവരും ഒത്തൊരുമയോട് നിന്നുകൊണ്ട് പിന്നെ നമ്മൾ ഈ കട സത്യം ഈ ഒരു രീതിയിൽ കൊണ്ടെത്തിച്ചെന്ന് പറയാം. വേറെ ബാക്കി എല്ലായിടത്തും സപ്പോർട്ടുകളുണ്ടായിരുന്നു. നമുക്ക് ഫ്രണ്ട്സിൻ്റെ ചെയ്യുന്ന എല്ലാത്തിനും നമുക്ക് എന്ത് കാര്യത്തിനായിരുന്നാലും എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചെയ്യാൻ എല്ലാ ആൾക്കാരും ഉണ്ട്.